സകല കാലത്തിനും മുമ്പേ നിത്യജീവനെ നമുക്ക് വാഗ്ദത്തം ചെയ്ത ഭോഷ്കില്ലാത്ത ദൈവത്തിന് ഞാൻ സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് ക്രൂശിൽ പ്രായശ്ചിത്തമായി തീർന്ന ദൈവപുത്രനാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങൾ എല്ലാവർക്കും ഈ സന്ധ്യയിൽ അറിയിക്കുകയും ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് ഇന്നും അടുത്തു വരുവാൻ ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആഴ്ചയുടെ ആരംഭ ദിവസമായ നാളെ പല സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന നമ്മുടെയൊക്കെ വിശുദ്ധ സഭായോഗങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ധാരാളമായി ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഉൾപ്പെടെ സഭകൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു എന്നറിയുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പിൽ ഡോക്ടർ സാജു ഒരു പോസ്റ്റ് ഇട്ടു, എനിക്ക് വായിക്കാൻ പറ്റിയില്ല. കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ആലത്തൂരിലോ സംവയർ ഉള്ള TPM ഹാളിന് നേരെ ആക്രമണം ഉണ്ടായി എന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വായിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് ആൽപ്പാറ TPM ആൽപ്പാറ ആരാധനാലയത്തിന് നേരെ, എനിക്ക് ലിങ്ക് തുറക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് മൊത്തം വായിക്കാൻ സാധിച്ചില്ല. ഇപ്പൊ കേരളത്തിൽ ഉൾപ്പെടെ ദൈവസഭകൾക്കെതിരെ, സഭാ ഹാളുകൾക്കും സഭയുടെ സ്വത്തിനുമെതിരെയൊക്കെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 400-450 കിലോമീറ്റർ ദൂരെ ഞങ്ങൾ പോകാറുള്ള സ്ഥലമാണ്. ശുശ്രൂഷകൾക്ക് വേണ്ടി പലപ്പോഴും പോകാറുണ്ട്. അവിടെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ശേഷം ആ ഹാളിൻ്റെ പൂട്ടൊക്കെ തല്ലി പൊളിച്ച് ആൾക്കാരകത്ത് കയറി അകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നശിപ്പിച്ചുവെന്ന് എൻ്റെ ഒരു സ്നേഹിതൻ ശുശ്രൂഷിക്കുന്ന സഭയിലാണ് സംഭവിച്ചു. ഇങ്ങനെ പലയിടങ്ങളിലും നടക്കുന്നു. നമ്മുടെയൊക്കെ ഇടകളിൽ സ്വസ്ഥമായി നമുക്ക് കൂടി വന്ന ദൈവത്തെ സ്തുതിപ്പാൻ ഞായറാഴ്ചകളിലെങ്കിലും സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അതിന് സാഹചര്യങ്ങളും സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന നമ്മുടെ സഭകളും നമ്മുടെ കൂട്ടു സഹോദരങ്ങളും ശുശ്രൂഷകന്മാരുമുണ്ട്. അവരെ വിശേഷാൽ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ അപേക്ഷ. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നാം തിരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളിപ്പോൾ പഠിക്കുന്നത് വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം എന്നാണ് വേദപഠിതാക്കൾ ആ അധ്യായത്തെ വിളിക്കുന്നത്. നമ്മളത് ഇന്നലെ കാണുകയുണ്ടായി. ചില ചിന്തകന്മാർ, പഠിതാക്കൾ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ വ്യാഖ്യാനിക്കാൻ ഏറ്റവും പ്രയാസമുള്ള അധ്യായമാണ് ഈ 11-ാം അധ്യായം എന്നാണ്. ആ 11-ാം അധ്യായത്തിന്റെ വിഭജനം നാം 4-5 ഭാഗങ്ങളിലായിട്ട് കണ്ടു. അതിന്റെ 1-ാമത്തെ ഭാഗം നാം കണ്ടത് ദേവാലയത്തെ അളക്കുവാൻ ദൈവം യോഹന്നാനോട് പറയുന്നു. അതിനുള്ള ഒരു അളവുകോലും കൊടുക്കുന്നു. ആ അളവുകോലിന്റെ അളവുകളൊന്നും, ആ അളവുകോലിന്റെ പേരുമൊന്നും നമ്മോടവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. നമുക്കവിടെ വെളിപ്പെടുത്തി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗങ്ങളെ കുറിച്ചൊന്നും കൂടുതൽ നാം അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. നമുക്കറിയാം, യോഹന്നാനോട് കർത്താവ് ഇത് പറയുമ്പോൾ ഭൂമിയിൽ ദേവാലയമില്ല. യോഹന്നാനോട് കർത്താവ് ഇത് പറയുന്നത് AD 95-96 കാലഘട്ടത്തിലാണ്. അതിന് ഏകദേശം 25ഓളം വർഷം മുമ്പ് AD 70 യെരുശലേം ദേവാലയം
നശിപ്പിക്കപ്പെട്ടു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം യെരൂശലേം ദേവാലയം ഇടിച്ചു കളഞ്ഞു. അപ്പോൾ യോഹന്നാനോട് പറയുന്ന ദേവാലയം, യോഹന്നാൻ അളക്കാൻ ദൈവം പറയുന്ന ദേവാലയം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്തുണ്ടായിരുന്ന യെരൂശലേം ദേവാലയം അല്ല എന്ന് അതിനാൽ തെളിയുന്നു. സഹസ്രാബ്ദ കാലത്ത്, യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഉണ്ടാകുവാനിരിക്കുന്ന ദേവാലയവുമല്ല. കാരണം അന്നത്തെ പ്രാകാരങ്ങൾ ജാതികൾക്ക് ചവിട്ടി മരിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുകയില്ല. പിന്നെയുള്ള സാധ്യത മഹാപീഡന കാലത്തെ ദേവാലയമാണ് എന്നതാണ്. അവിടെ നാം കാണുന്നത് ഏതാണ്ട് ഒരു 3.5 വർഷത്തെ ശുശ്രൂഷകളാണ്. ഇതിനുശേഷം 2 സാക്ഷികളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ദേവാലയവുമായും ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ പ്രാകാരത്തെ ചവിട്ടിമെതിക്കുവാൻ ജാതികൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കാലഘട്ടം അവിടെ പറഞ്ഞിട്ടുണ്ട്. 42 മാസം, 1260 ദിവസങ്ങൾ, 3.5 വർഷം. അതിനൊരു ചരിത്രത്തിലെ കണക്കും കൂടെയുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സിറിയൻ രാജാവായ, ബൈബിൾ ഭാഷയിൽ അരാം, മോഡേൺ ഭാഷയിൽ സിറിയ, അരാം രാജാവായിരുന്ന അല്ലെങ്കിൽ സിറിയൻ രാജാവായിരുന്ന അന്തിയോക്കസ് എപ്പിഫാനസ്, അയാൾ യെരൂശലേം ദേവാലയത്തെ അശുദ്ധമാക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടവും ചരിത്രത്തിലുണ്ട്. 168 മുതൽ 165 വരെ ഉള്ള കാലഘട്ടമാണ്. BC 168 to 165. അതും ഒരു 3.5 കൊല്ലമായിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. Even in history of the temple of God had given that temple and its premises to a Gentile king, Antiochus Epiphanes from Syria, which was earlier the part of Grecian Empire. But he trodden down the temple, he defiled the temple, its worship, and its all sacred systems for 3.5 years. ഈ സിറിയൻ രാജാവായ ആന്തിയോക്കസ് എപ്പിഫാനസ് യെരൂശലേം ദേവാലയത്തെ, ആരാധനാ വ്യവസ്ഥിതികളെ, അവിടെയുള്ള വിശുദ്ധമായ സകലത്തെയും അശുദ്ധമാക്കിയത്, ദേവാലയത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് കൈവശപ്പെടുത്തിയിരുന്നത് 3.5 വർഷമാണെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അതുമൊക്കെ ഇതിനോട്, ഈ 3.5 കൊല്ലം എന്നതിനോട് യോജിച്ചു നിൽക്കുന്നു. അപ്പോൾ 3.5 വർഷം എന്നുള്ളത് ദാനിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും എടുത്തെടുത്തു പറയുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ്. എന്നാൽ ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ മക്കാബിയർ അല്ലെങ്കിൽ മക്കാബീൻസ് എന്ന് പറയുന്ന ഒരു പുരോഹിത കുടുംബം ഒടുവിൽ ഒത്തിരി വില കൊടുത്ത് അന്തിയോക്കസിനോട് എതിർത്ത് നിന്ന് ദേവാലയത്തെ അയാളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നീട് അതിനെ ദൈവത്തിനായിട്ട് വിശുദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തു. അതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ആചരിക്കുന്ന പ്രതിഷ്ഠോത്സവത്തെക്കുറിച്ചും ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. അപ്പോൾ ജാതികളുടെ കാലം തികയുവോളം ഈ പുറം പ്രാകാരത്തെ ദൈവം ജാതികൾക്ക് വേണ്ടി ഉപേക്ഷിച്ചു കളഞ്ഞു എന്ന് കാണാം.
അല്ലെങ്കിൽ വിട്ടുകൊടുത്തു എന്ന് കാണാം. ആ ജാതികളുടെ കാലം പൂർത്തിയാകാൻ ഈ പ്രത്യേക സംഭവം മുതൽ 3.5 കൊല്ലമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. ജാതികളുടെ കാലം ആകെ 3.5 കൊല്ലം അല്ല. Okay, the time of Gentiles is not a 42 months or 1260 days or 3.5 years. 360 ദിവസങ്ങൾ വീതമുള്ള വർഷങ്ങളാണ് ഇവിടുത്തെ കണക്ക്. Okay, 360 days per year is considered here as the sacred years of the religious years of Israel. ഇസ്രായേലിന്റെ വിശുദ്ധ വർഷം അല്ലെങ്കിൽ ജാതിപരമായ അല്ലെങ്കിൽ അവരുടെ മതപരമായ കണക്ക് കൂട്ടലിലെ വർഷമാണ് ഇവിടെ കണക്ക് കൂട്ടുന്നത്. അതിന് 360 ദിവസങ്ങളേ ഉള്ളൂ, 65.25 ഇല്ല. ആ കണക്കിലാണ് 42 മാസം അല്ലെങ്കിൽ 1260 ദിവസം എന്ന് പറയുന്നത്. ആ കണക്ക് നമുക്ക് പല ഭാഗങ്ങളിൽ ദാനിയേലിന്റെ പുസ്തകത്തിലും മറ്റുമായിട്ട് കാണുവാൻ സാധിക്കുമല്ലോ. സ്തോത്രം. ദാനിയേൽ 7:25 വാക്യത്തിലും ദാനിയേൽ 12:7 വാക്യത്തിലും ഒക്കെ നമുക്ക് ആ കണക്ക് കാണാം. ദാനിയേൽ 7:25 and 12 verse 7, in these portions also we see this time period of 42 months or 3.5 years. അതുപോലെ വെളിപ്പാട് പുസ്തകം 13:5 ഇത് കൂടാതെ നമുക്ക് കാണാം. Revelation 13 verse 5 and 12, Revelation 12 verses 6 and 14. വെളിപ്പാട് 12:6-14 വാക്യങ്ങളിലും നമുക്ക് ഈ 3.5 കൊല്ലം എന്ന കണക്ക് കാണാം. അപ്പോൾ ഈ 2 പുസ്തകങ്ങളിലും ആവർത്തിച്ച് കാണുന്ന ഒരു കണക്കാണ് 3.5 വർഷം. അത് നമുക്കറിയാം. മഹാപീഡന കാലം, ഏറ്റവും രൗദ്രമായ കോപം ചൊരിയപ്പെടുന്ന, എതിർ ക്രിസ്തുവും ജനത്തെ ഏറെ പീഡിപ്പിക്കുന്ന ഒരു പീഡനകാലമാണത്. അതാണ് എതിർ ക്രിസ്തു ഇസ്രായേലുമായിട്ട് ഏർപ്പെടുന്ന 7 വർഷത്തെ ഉടമ്പടി ലംഘിച്ച് ബാക്കിയുള്ള വർഷങ്ങൾ എതിരായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. അതേക്കുറിച്ച് കൂടുതൽ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ വിവരിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അങ്ങനെ ദേവാലയം അളക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് ദേവാലയം, അതായത് യോഹന്നാനോട് ദൈവം സംസാരിക്കുന്ന സമയത്ത് ദേവാലയം ഇല്ലെങ്കിലും ദൈവം അതിന് ഉത്തരവാദിയായിരിക്കും എന്ന അർത്ഥമാണ് അളക്കുന്നത് കൊണ്ട് ഉള്ളത്. അതുപോലെ തന്നെ വരും കാലങ്ങളിൽ ദൈവം ദേവാലയത്തിന്റെ ഉത്തരവാദിത്വവും സ്ഥലത്തിന്റെ ഉത്തരവാദിത്വവും ജനത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കും. തീർച്ചയായും ദൈവം ന്യായമായി ഇസ്രായേലിനെ ശിക്ഷിക്കുവാൻ വേണ്ടി ശത്രുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പക്ഷേ അത് ആത്യന്തികമല്ല. God, of course, has given Israel into the hands of the enemies. Even he had given them in the earlier times in history, whether it was into the hands of Egyptians, Assyrians, and later on to the Babylonians and all. But they were not an absolute dismissal of Israel from his presence. But for a while. ദൈവം ഈജിപ്തുകാരുടെ കയ്യിലും, ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുകയാണെങ്കിൽ മറ്റു പല ജാതികളുടെ കൈകളിലും
ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ച് കളഞ്ഞിരുന്നു. പക്ഷെ ആ ഉപേക്ഷണങ്ങൾ ഒന്നും ആത്യന്തികമല്ലായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം അവരെ മടക്കി വരുത്തി. ഏറ്റവും ഒടുവിൽ വേദപുസ്തകത്തിൽ നാം കാണുന്നത് ബാബിലോണ്യ പ്രവാസമാണ്. എന്നാൽ 70 കൊല്ലം കഴിഞ്ഞ് അവിടെ നിന്നും അവരെ മടക്കി വരുത്തി. ചരിത്രത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഉപേക്ഷണം നമ്മുടെ കാലഘട്ടത്തിലാണ്. AD 70 മുതൽ 1948 വരെ. സ്തോത്രം. ഏതാണ്ട് 1900ഓളം വർഷങ്ങൾ ദൈവം അവരെ ഉപേക്ഷിച്ചു. പക്ഷെ അതുപോലും എന്തായിരുന്നില്ല? അവസാനത്തെ തള്ളൽ അല്ലെങ്കിൽ തള്ളിക്കളയൽ ആയിരുന്നില്ല. സ്തോത്രം. അത്ര ദീർഘവർഷങ്ങൾ, ഏതാണ്ട് 20ഓളം നൂറ്റാണ്ടുകൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. എന്നാലും അവരെ മുടിച്ചു കളഞ്ഞിട്ടില്ല. യിരെമ്യാവ് പറയുന്നത് പോലെ അത് ദൈവത്തിൻ്റെ കരുണയാണ്. അശേഷം അവരെ മുടിച്ചു കളയാറ്, വേരും കുറ്റിയുമൊക്കെ ശേഷിപ്പിച്ചത്. ഇന്നും അവർ ഭൂമിയിൽ നിലനിൽക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് ഭയം ഉളവാക്കും അളവിൽ അവരുടെ അസ്തിത്വം ഒക്കെ അവരുടെ തള്ളപ്പടിയിൽ ആത്യന്തികമല്ലായിരുന്നു എന്നതിന് തെളിവാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ലോകത്തിൽ വേറെ ഒരു ജാതിയുമില്ല ഇത്രയേറെ എതിർപ്പുകൾ സഹിച്ച, ഇത്രയേറെ പീഡകൾ സഹിച്ചത്. ഭൂപടത്തിൽ ഇല്ലാതിരുന്ന ഒരു വർഗം ഒരു കാലത്തുണ്ടായിരുന്നു, പിന്നീടില്ല. വേൾഡ് മാപ്പിൽ നിന്ന് ഇറേസ് ചെയ്യപ്പെട്ട ഒരു വർഗം ഇന്നും ഭൂമുഖത്ത് നിന്നും അവരെ തുടച്ചു നീക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ഇറാൻ പോലെയുള്ള ശക്തികൾ. അവരുടെയൊക്കെ നടുവിൽ വെറും ഒരു പൊട്ടുപോലെ മാത്രം ഇന്നും കഴിയുന്ന ഇസ്രായേൽ. അർത്ഥം നമ്മൾ ഇന്നലെ റോമർ 9, 10, 11 അധ്യായങ്ങളിൽ നിന്ന് കണ്ടു. വിശേഷിച്ച് 11ന്റെ തുടക്കത്തിൽ ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഇല്ല, ഒരു നാളും ഇല്ല. സ്തോത്രം. ഇസ്രായേലിന് രക്ഷയുണ്ടോ? ഉണ്ട്. ഇസ്രായേലിന് മാനസാന്തരമുണ്ടോ? ഉണ്ട്. ദൈവിക പദ്ധതിയിൽ നിന്നും അവരെ പൂർണ്ണമായും ദൈവം തള്ളിയോ? ഇല്ല. ഇപ്പം ഒരല്പം അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴും അവർക്ക് രക്ഷയ്ക്കുള്ള സാധ്യത തുറന്നിട്ടിരിക്കുകയാണ്. അത് ഒരു ജാതി എന്ന വണ്ണമല്ല, വ്യക്തികൾ എന്നതുപോലെ. എനിക്കും നിങ്ങൾക്കും രക്ഷിക്കപ്പെടാൻ ദൈവം അവസരം തന്നതുപോലെ തന്നെ ഇസ്രായേലിനും രക്ഷിക്കപ്പെടുവാൻ ഇന്നും വാതിൽ, രക്ഷയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. സ്തോത്രം. അത് തന്നെയാണ് ഈ അളവിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. ആത്യന്തികമായും ഇസ്രായേലിനെ, ദേവാലയത്തെ, അവരുടെ ആരാധനയെ, അവരുടെ വിശ്വാസത്തെ, അവരുടെ മതത്തെ തള്ളിക്കളയുന്നില്ല. ദൈവം അവയ്ക്ക് കാവൽ നിൽക്കും. ദൈവം അതിന് ഉത്തരവാദിയായിരിക്കും എന്നർത്ഥം. അത്രയും കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് ഞാൻ കരുതട്ടെ. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ? എന്തെങ്കിലും വിശദീകരണം? ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 3 to 6 പ്ലീസ്. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ
അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷകളാണ്. ഈ രണ്ട് സാക്ഷികളുടെ അർത്ഥം എന്ത്? അവർ ആരൊക്കെ? അവരുടെ ശുശ്രൂഷയുടെ ഉദ്ദേശമെന്ത്? ഈ കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്. നേരത്തെ നമ്മൾ 10-ാം അധ്യായത്തിൽ കണ്ടു, യോഹന്നാന് ആ വലിയ ദൂതൻ ഒരു ചുരുൾ കൊടുത്തു. അത് തിന്നാൻ പറഞ്ഞു. വായിൽ മധുരം, വയറ്റിൽ കയ്പ്. എന്നിട്ട് പറഞ്ഞു, ഇനിയും നീ അനേകരെ കുറിച്ച് പ്രവചിക്കും. ആ ശുശ്രൂഷകൾ ഇവിടെ യോഹന്നാൻ തുടങ്ങുന്നതോ തുടരുന്നതോ കാണാം. സ്തോത്രം. ദൈവത്തിന്റെ വചനം, ദൈവിക അരുളപ്പാടുകൾ പ്രാപിക്കുക, ഇതൊക്കെ ഏറെ മധുരതരമാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം അത്ര കണ്ട് മാധുര്യമുള്ളതായിരുന്നില്ല. ഇവിടെ 11-ാം അധ്യായം മുതൽ നാം അതാണ് കാണാൻ പോകുന്നത്. രണ്ടാമത്തെ കഷ്ടത്തിൻ്റെ അനുഭവങ്ങളാണ്. ഭീകരമായ കഷ്ടകാലങ്ങൾ അത് ഇവിടെ തുടങ്ങുകയാണ്. ഈവൻ ഈ ശുശ്രൂഷ, ഈ രണ്ട് സാക്ഷികളുടെ ശുശ്രൂഷ നാം കണ്ടുവല്ലോ. 7 വർഷത്തെ പീഡനകാലത്തിൻ്റെ അഥവാ 7 വർഷത്തെ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ 3.5 വർഷമാണ്. കാലദൈർഘ്യം നമ്മൾ കണ്ടു. രട്ടുടുത്തും കൊണ്ട് അവർ എത്ര ദിവസം പ്രവചിക്കും? 1260 ദിവസങ്ങൾ. 70-ാം ആഴ്ചവട്ടത്തെ 2ആയി തരം തിരിച്ച് നമ്മൾ കണ്ടിരുന്നു, 3.5 വർഷങ്ങളായിട്ട്. അതിൻ്റെ ആദ്യത്തെ സമയമാണിത്. എതിർക്രിസ്തു അവന്റെ രൗദ്രഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടം. ഇവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇവർ ആരാണ്, അല്ലെങ്കിൽ ഇവരെന്താണ്? പല വ്യാഖ്യാനങ്ങൾ അതേ സംബന്ധിച്ചുണ്ട്. അതിൽ ആദ്യത്തെ വ്യാഖ്യാനം ഇത് വെറും ഒരു പ്രതിരൂപം മാത്രമാണെന്നാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ സിംബോളിസം. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ പീപ്പിൾ ഹോൾഡ്. ദീസ് ടു വിറ്റ്നസസ് ആർ റെപ്രസെന്റേറ്റീവ് or representational. They are just representing the law and the gospel, Israel and the church. This is one interpretation. പ്രതീകാത്മകമാണ്, പ്രതിരൂപകാത്മകമാണ് ഈ രണ്ട് സാക്ഷികൾ എന്ന ഒരു അർത്ഥവ്യാഖ്യാനം ചിലർ ഉൾക്കൊള്ളുന്നു. എന്ന് വെച്ചാൽ ഇവർ രണ്ടും ന്യായപ്രമാണത്തിൻ്റെയും കൃപയുടെയും പ്രതിനിധികളാണത്രേ. ഇവർ രണ്ടുപേരും, ഒരാൾ പഴയ നിയമത്തിൻ്റെയും ഒരാൾ പുതിയ നിയമത്തിൻ്റെയും, ഒരാൾ ന്യായപ്രമാണത്തിൻ്റെയും ഒരാൾ സുവിശേഷത്തിൻ്റെയും, ഒരാൾ ഇസ്രായേലിൻ്റെയും മറ്റേയാൾ സഭയുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനം ഉണ്ട്. എന്നാൽ അത് നമുക്കിവിടെ അത്ര സ്വീകാര്യമായിട്ട് തോന്നുന്നില്ല. പ്രതീകാത്മകമായി നമുക്കിവിടെ എടുക്കേണ്ടതില്ല. കാരണം രണ്ട് അക്ഷരീയ വ്യക്തികളാണ് ഇവർ എന്ന് നമുക്ക് വ്യക്തമാണ്. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അവരെ രണ്ടുപേരെയും ഒടുവിൽ കൊല്ലുന്നുണ്ട്.
അതുകൊണ്ട് വെറും പ്രതിരൂപകാത്മകമായി നമുക്കിതിനെ എടുക്കണ്ട, അക്ഷരികമായി തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. ഇത് രണ്ട് വ്യക്തികളാണ്. ഒടുവിൽ അവരുടെ മരണവും പിന്നെ ഉയർത്തെഴുന്നേൽപ്പും സംഭവിക്കുന്നു. അതുകൊണ്ട് അത് രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ മനസ്സിലാക്കാം. രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, അധികം പേരും എനിക്ക് തോന്നുന്നു വിശ്വസിക്കുന്നത് ഇതാരൊക്കെയാണെന്ന മോശയും ഏലിയാവും ആണെന്നാണ്. മോശയും ഏലിയാവും. വേറെ ചിലർ കരുതുന്നത് ഹാനോക്കും ഏലിയാവും ആണെന്നാണ്. കാരണം അവർ രണ്ടുപേരുമാണ് മരിക്കാതെ അല്ലെങ്കിൽ മരണം കാണാതെ എടുക്കപ്പെട്ടത്. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന എബ്രായർ 9:27 വാക്യത്തെ അടിസ്ഥാനമാക്കി ഇവരും മരിച്ചേ പറ്റൂ. അതുകൊണ്ട് ദൈവം അവരെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നു. അവർ സാധാരണ ശരീരത്തിൽ വന്നിട്ട് ഒടുവിൽ മരിച്ച് എല്ലാ മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്ന മരണം വഴിയായി അവർ ദൈവസന്നിധിയിലേക്ക് പിന്നീട് എത്തുന്നു, ഉയർപ്പ് ലഭിക്കുന്നു എന്നൊക്കെയുള്ള ഒരു വാദം അവിടെയുണ്ട്. പ്രധാനമായും ഈ രണ്ട് വാദങ്ങളാണ് ഉള്ളത്. ഹാനോക്കും ഏലിയാവും ആണെന്നും മോശയും ഏലിയാവും ആണെന്നും. പിന്നെ ഇതാരൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞു ഒരു കുഴപ്പമില്ല. ഞാനും രാധാകൃഷ്ണനങ്കിളുമാണെന്ന് പറഞ്ഞാലും വിശ്വസിച്ചാലും പ്രശ്നമില്ല. അതിന് നമ്മളെന്നും പറയുന്നത് പോലെ ഇവിടെ ഇന്നവരാണെന്ന് എടുത്തു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും ഇത് നമ്മുടെ നിത്യതയെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന ഒരു ഘടകമല്ലാത്തത് കൊണ്ടും നമുക്ക് ആരാണെന്ന് വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഏലിയാവും ഹാനോക്കുമാണെന്ന് പറയാനുള്ള കാരണം പറഞ്ഞുവല്ലോ, അവർ രണ്ടുപേരും മരണം കാണാതെ എടുക്കപ്പെട്ടു എന്നതുകൊണ്ട്. എന്നാൽ അധികം പേരും വിശ്വസിക്കുന്നത്, ഏറ്റവും പ്രചാരമുള്ളത് മോശയും ഏലിയാവുമാണെന്ന്. അതിന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം മത്തായി 17 അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ തേജസ്കരണ സമയത്ത്, രൂപാന്തരപ്പെടലിന്റെ സമയത്ത് വെളിപ്പെട്ടത് ഇവർ രണ്ടുപേരുമാണ്. മർക്കോസ് 9 അധ്യായത്തിലുമുണ്ട്, മത്തായി 17 അധ്യായത്തിലുമുണ്ട്. Because Moses and Elijah had come to Christ Jesus during his transfiguration on the Mount of Transfiguration, as we read from Matthew 7 and Mark chapter 9. So there is one of the key reasons why people argue that these two witnesses are Moses and Elijah. അപ്പോൾ മോശയും ഏലിയാവും എന്നതിന് പറയുന്ന ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യേശുക്രിസ്തുവിന്റെ മറുരൂപമലയിൽ പ്രത്യക്ഷരായത് ഇവർ രണ്ടുമായിരുന്നു എന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ രണ്ടുപേരും ചെയ്യുന്ന ശുശ്രൂഷകളാണ്. The ministry they perform or the ministry they do. They are just a repetition of the ministries done by both Moses and Elijah during their earthly life. മോശയുടെയും ഏലിയാവിൻ്റെയും
ഭൂമിയിലെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അവരുടെ ഭൗമ ശുശ്രൂഷ സമയത്ത് ചെയ്ത അതേ ശുശ്രൂഷകളാണ് ഈ രണ്ട് സാക്ഷികൾ ചെയ്യുന്നത്. അത് ഏലിയാവും മോശയുമാണ് ഇവർ രണ്ടും എന്ന് പറയുന്നതിന് അടുത്ത ഒരു കാരണമാണ്. വെളിപ്പാട് 11 6 വാക്യം ഒന്നും കൂടെ വായിച്ചാട്ട്. 11:6 റെവലേഷൻ ഒന്നും കൂടെ. They have the power to shut the sky that no rain may fall during the days of their prophesying, and they have power over the waters to turn them into blood, and to strike the earth with every kind of plague as often as they desire. കണ്ടോ? Shutting the sky for not having rain. മഴയില്ലാതിരിക്കുവാൻ, ആകാശത്തെ അടച്ചു കളയാനുള്ള അധികാരം നമുക്കറിയാം ഏലിയാവിന്റെ കാലത്തായിരുന്നു, ഏലിയാവിന്റെ ശുശ്രൂഷയായിരുന്നു. പിന്നെ വെള്ളത്തെ രക്തമാക്കി തീർക്കുക. പിന്നെ അവർ ഇഷ്ടപ്പെടുന്ന ഏത് ബാധയും ഭൂമിയിൽ ഭൂവാസികൾക്ക് വരുത്തുക. ഇത് മോശയുടെ ശുശ്രൂഷയായിരുന്നു. എക്സോഡസ് ചാപ്റ്റർ 7:14-18 വെള്ളത്തെ രക്തമാക്കി തീർത്ത അനുഭവം മിസ്രയീമിൽ മോശ ചെയ്തതാണ്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ മോശ ചെയ്ത അത്ഭുതത്തെ നമുക്ക് കാണാം. ആകാശത്തെ അടച്ചു കളഞ്ഞത് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിലുണ്ട്. അത് 3.5 കൊല്ലമല്ലേ അന്നേരം? ഈ അതും 3.5 കൊല്ലമാണ്. 3 ആണ്ടും 6 മാസവും. അപ്പൊ ഈ 3.5 കൊല്ലത്തിന് ചരിത്രപരമായും പ്രവചനപരമായും വളരെ പ്രാധാന്യമുണ്ടെന്ന് ഇവിടെ തെളിയുന്നു. അപ്പോൾ അവരുടെ ശുശ്രൂഷ കാല ദൈർഘ്യവും ഇവിടുത്തേതിനോട് ഒക്കുന്നു. ഏലിയാവിൻ്റെത്, മോശയുടേത് പറ്റില്ല, എന്നാൽ ഏലിയാവിൻ്റെ. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്യങ്ങളാണ് ഇത് ഏലിയാവും മോശയുമാണ് എന്ന ഒരു പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്ന ഒരു പഠിപ്പീരിന് കാരണമാകുന്നത്. സ്തോത്രം. അതുകൂടാതെ ദൈവത്തിൻ്റെ ഭയങ്കരമായ ദിവസത്തിനു മുമ്പ് ദൈവം ഏലിയാവിനെ അല്ലെങ്കിൽ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കും എന്ന ഒരു പ്രവചനം നാം മലാഖിയിലും കാണുന്നുണ്ട്. അപ്പോൾ അതും ഇവിടുത്തെ ഈ ആശയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അതിൻ്റെ ഭാഗികമായ നിവൃത്തീകരണം യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാം. യേശു തന്നെ പറഞ്ഞു, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ വന്നവനായിരുന്നു സ്നാപക യോഹന്നാൻ എന്ന്. എന്നാൽ അക്ഷരീകമായ നിലയിൽ അത് ഇനിയും നിറവേറുവാനായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ 2 പ്രധാന ആശയങ്ങളാണുള്ളത്. ആശയങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആവർത്തിച്ചു പറയുന്നു, ആരാണെന്ന് നമുക്ക് സ്വതന്ത്ര ഇച്ഛയിൽ തിരഞ്ഞെടുക്കാം. ഞാൻ ഈ 2 പേരുടെ വിഷയത്തിലും എനിക്ക് ഇപ്പോഴും ആരാണെന്നുള്ള ഒരു തീരുമാനത്തിലേക്കോ ഉറപ്പിലേക്കോ ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയുന്നത് പതിവാണല്ലോ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയുകയാണ്. അതാരും ആയിക്കൊള്ളട്ടെ എന്ന ചിന്താഗതിയാണ് എനിക്ക്.
അപ്പോ ഇതിൽ ഒരു സംശയം ഉളവാകാൻ സാധ്യത മോശ എങ്ങനെ വരും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ നേരത്തെ ഒരിക്കൽ പഠിച്ചിരുന്നത്. മോശയെപ്പറ്റി പൊതുവെ യഹൂദന്മാരും ക്രൈസ്തവ പഠിതാക്കളും ചിന്തിക്കുന്നത് മോശ മരിച്ചു, സത്യം. പക്ഷേ മോശയ്ക്ക് ദൈവം പ്രത്യേകമായ ഒരു പരിഗണന നൽകി മോശയെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ്. അതിന് ഉപോദ്ബലകമായി നമുക്ക് ലഭിക്കുന്ന ഒരു വാക്യം നമ്മൾ നേരത്തെ പഠിച്ചതാണെങ്കിലും ഇപ്പോൾ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. യൂദ 9-ാമത്തെ വാക്യമാണ്. മോശയുടെ ശരീരം സംബന്ധിച്ച് പ്രധാന ദൂതനായ മീഖായേലും സാത്താനും തമ്മിലൊരു വാദം നടന്നു അത്രേ. ശവം അടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സാത്താൻ വാദിക്കാനിടയില്ല. അങ്ങനെ എങ്ങും നാം കാണുന്നില്ല. നാം ബൈബിളിൽ വായിക്കുന്നത്, ആവർത്തനം അവസാന വാക്യങ്ങളിൽ വായിക്കുന്നത്, ദൈവം അവനെ അടക്കം ചെയ്തു. അവന്റെ ഖബറിടം ആരും അറിയുന്നില്ല. മോശ മരിച്ചുവെന്ന് പറയപ്പെടുന്ന മലമുകളിൽ കയറി നിന്ന എൻ്റെ സ്നേഹിതന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല ഇസ്രായേലിൽ. നിങ്ങൾ ചിലരൊക്കെ ഒരുപക്ഷെ പോയിട്ടുണ്ടായിരിക്കും ഇസ്രായേലിൽ. ഇല്ലെങ്കിൽ അമേരിക്കയിലൊന്നും പോയില്ലെങ്കിലും കഴിയുമെങ്കിൽ ഇസ്രായേലിലൊന്ന് പോവുക, തുറന്ന വേദപുസ്തകവുമായിട്ട്. വേദപുസ്തകത്തിലെ പല സംഗതികളും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും വിശ്വസിക്കാനും അത് കാരണമാകും. എനിക്ക് പോകാൻ ഇതൊരു അവസരം ലഭിച്ചിട്ടില്ല. ഭൂമിയിൽ എവിടെയെങ്കിലും പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേ ഉള്ളൂ. അതീ പറഞ്ഞതുപോലെ വേദപുസ്തക പഠനത്തിന് സഹായകരമാകും എന്നത് തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ടുള്ള എൻ്റെ കൂട്ടുകാരിൽ ചിലർ എന്നോട് പറഞ്ഞു, അവിടെ പോയി പല കാര്യങ്ങളും കാണുമ്പോൾ ബൈബിൾ എത്ര കൃത്യമാണെന്ന്. The accuracy of the Bible can be reaffirmed when we go there and see these things. The accuracy of the Bible. നമുക്കിവിടെ ആവശ്യമില്ലാത്തതാണെങ്കിലും ഞാൻ ഒന്നെടുത്ത് പറഞ്ഞോട്ടെ. We believe in the inspiration of the Bible as the word of God. We believe in the inerrancy of the Bible, infallibility of the Bible, immutability of the Bible, accuracy of the Bible, authority of the Bible, sufficiency and efficiency of the Bible. Stotram. And absoluteness of the Bible. മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലാത്ത 2-3 കാര്യങ്ങൾ കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലായി കാണും. പുതുതായി പണ്ട് ഞാൻ 5 കാര്യങ്ങളാണ് പറയുമായിരുന്നത് ബൈബിളിനെ കുറിച്ച്. ഇപ്പോൾ 2-3 കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരുന്നു. ബൈബിളിനോട് കൂട്ടിച്ചേർക്കുകയല്ല, ബൈബിളിനെ കുറിച്ച് ഉള്ള അഡീഷൻസ് ആണ്. ശ്രദ്ധിച്ചു ആരെങ്കിലും പണ്ട് പറയാത്ത 2-3 കാര്യങ്ങൾ ഇപ്പോൾ ചേർത്ത് പറഞ്ഞത് ആരെങ്കിലും ശ്രദ്ധിച്ചെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. ഓക്കെ, വേറെ? I don't remember the rest what you said now. Okay. But still you said one right one. If you'll tell the rest, I can tell. Maybe. Yeah.
So I used to tell you earlier about our faith in the Bible, that the Bible is the inspired, inerrant, infallible, and immutable word of God that is sufficient for our salvation. These were the 5 things I used to tell you. Now I joined or added 3 more things. One is the absoluteness of the Bible. Now you can say no. Rest 2. Efficiency and sufficiency. Efficiency, sufficiency, that was already there. Sufficient for our salvation. Accuracy and authority of the Bible. Bible accurate ആണ്. 8 കാര്യങ്ങൾ വേറെയുണ്ട് ബൈബിളിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ട്. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട ചിലത്. നാം എന്താ ബൈബിളിനെ പറ്റി വിശ്വസിക്കുന്നത്? അത് ദൈവശ്വാസീയമായ ദൈവവചനമാണെന്ന്. ഇന്നറന്റ്, അപ്രമാദിത്വമുള്ള അഥവാ തെറ്റിക്കൂടാത്ത ദൈവവചനമാണെന്ന്. ഇൻഫാലിബിൾ, മാറ്റമില്ലാത്ത ദൈവവചനമാണെന്ന്. ഇമ്മ്യൂട്ടബിൾ, അനശ്വരമായ ദൈവവചനമാണെന്ന്. സഫീഷ്യന്റ്, നമ്മുടെ രക്ഷയ്ക്ക് പര്യാപ്തമായ ദൈവവചനമാണെന്ന്. ആക്യുറേറ്റ്, കൃത്യതയാർന്ന ദൈവവചനമാണെന്ന്. അതോറിറ്റേറ്റീവ്, നമ്മുടെ ജീവിതത്തിന് ഉപദേശത്തിന് ഒക്കെ ആധികാരികമായ ദൈവവചനമാണെന്ന്. അല്ലെങ്കിൽ നമ്മുടെ സകലത്തിനും അധികാരം, അളവുകോലായി നിൽക്കുന്നത് വചനമാണെന്ന്. 8ാമത്തേതാണ് ആബ്സല്യൂട്ട്നെസ്, ദൈവവചനത്തിന്റെ ആത്യന്തികത, ആത്യന്തികമായ ദൈവവചനമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഈ തിരുവെഴുത്തിനെ കുറിച്ച് നമുക്ക് അങ്ങനെയുള്ള വിശ്വാസം ആവശ്യമാണ്. നമ്മുടെ സഭകളെ അത് പഠിപ്പിക്കണം. സ്തോത്രം. അത് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ അത് പഠിപ്പിക്കണം. സ്തോത്രം. ഇങ്ങനെ നാം ബൈബിളിനെ കുറിച്ച് വിശ്വസിച്ചാൽ ബൈബിൾ പറയുന്ന കാര്യങ്ങൾ നിസ്സംശയം സ്വീകരിപ്പാൻ, അനുസരിക്കുവാൻ നമുക്ക് കഴിയും. സ്തോത്രം. ശരി, തിരികെ വരുന്നു. ഇസ്രായേലിൽ സന്ദർശനത്തിന് പോയിട്ടുള്ള എൻ്റെ സ്നേഹിതർ പറഞ്ഞ ഒരു കാര്യമാണ്, മോശ മരിക്കുന്നതിന് മുമ്പ് കയറി കനാൻ ദേശം മുഴുവനും നോക്കിക്കാണുക എന്ന് പറഞ്ഞ മല. ഇവർ ആ മലയിൽ കയറിയത്രേ. അവർ പറഞ്ഞത് ബൈബിൾ എത്ര കൃത്യമാ. മോശയ്ക്ക് കനാനിലേക്ക് പ്രവേശനം ഉണ്ടായില്ല, പക്ഷേ കനാൻ ദേശത്തെ ദൈവം യോർദാൻ അക്കരെ നിർത്തി തന്നെ കാണിച്ചു കൊടുത്തു. അവർ ആ മലമേൽ കയറി നോക്കിയപ്പോൾ കനാൻ ദേശം അഥവാ പലസ്തീൻ ദേശം, അല്ലെങ്കിൽ പിന്നീട് ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്ത ദേശം മുഴുവനും വളരെ കൃത്യതയോടെ അവിടെ നിന്ന് കാണാൻ കഴിയുമെന്ന്. നമ്മുടെ വിഷയം അതല്ല. മോശ ആ മലമേൽ കയറി നോക്കി കനാൻ ദേശം കണ്ടു. പിന്നെ ബൈബിൾ പറയുന്നത് താൻ മരിച്ചു, ദൈവം അവനെ അടക്കി എന്ന്. ദൈവം അവനെ അടക്കിയത് കൊണ്ട് അവന്റെ കല്ലറ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടത്രേ. അതിന് പല കാരണങ്ങളുണ്ട്. അവിടേക്കും നമ്മൾ ഈ വിഷയത്തിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നീട് നാം കാണുന്നത് അദ്ദേഹത്തിന്റെ ശവവുമായി അല്ലെങ്കിൽ ശവമടക്കുമായി ബന്ധപ്പെട്ട് കാണുന്നത് യൂദായുടെ ലേഖനത്തിൽ. മോശയുടെ ശരീരത്തിനു വേണ്ടി
മീഖായേലും സാത്താനും തമ്മിൽ വാദിക്കുന്ന ഒരു ചിത്രം. അത് യൂദ പറയാനുള്ള കാരണം ഇസ്രായേലിൽ അത് വിശ്വസിച്ചു വന്നിരുന്നു എന്നതാണ്. അതിനെപ്പറ്റി ക്രൈസ്തവ പഠിതാക്കൾ ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു വാദപ്രതിവാദം സാത്താനും മീഖായേലും തമ്മിൽ മോശയുടെ ശരീരത്തിനു വേണ്ടി ഉണ്ടായെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതായാലും ശവമടക്കുന്ന വിഷയത്തിലായിരിക്കില്ല, അതിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ടായിരിക്കും. നമ്മുടെ ഉൽപ്രാപണവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പുമായി ബന്ധപ്പെട്ടും പ്രധാന ദൂതന്റെ ശബ്ദത്തെക്കുറിച്ച് 1 തെസലോനിക്കർ 4:16 നമ്മൾ വായിക്കുന്നു. അതും ഇതും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചു വരുന്നത് പോലെ വിശ്വസിക്കാം മോശയുടെ ഉയർപ്പ് നടന്നു എന്ന്. നമ്മൾ അതേപ്പറ്റി നേരത്തെ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല. അങ്ങനെ മോശ ഉയർത്തതുകൊണ്ടാണ് മറുരൂപമലയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നത്. അല്ല എങ്കിൽ മരിച്ചുപോയ ഒരാൾക്ക് പ്രത്യക്ഷപ്പെടാനായിട്ട്, മരിച്ചുപോയ ഒരാൾക്ക് അങ്ങനെ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടുവാനായിട്ട് കഴിയുകയില്ല എന്നത് ബൈബിളിൻ്റെ നിയമമാണ്, ബൈബിളിൻ്റെ വ്യവസ്ഥിതിയാണ്. ഇവിടെ മോശയാണോ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഓക്കെ, മോശ മരിച്ചു, മോശ ഉയർത്തെഴുന്നേറ്റു, അപ്പോൾ ഇനിയും 2 പ്രാവശ്യം മരിക്കേണ്ടി വരുമോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ആ ചോദ്യം ചിലരുടെ മനസ്സിൽ വന്നു കാണാം. കാരണം ഇവിടെ വരുന്നത് മോശയാണെന്ന് ബൈബിൾ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇവിടെ ഇല്ല. നമ്മുടെ ചിന്താഗതിയാണ് ഇവിടെ മോശയാ വരുന്നതെന്ന്. അപ്പോൾ 2 പ്രാവശ്യം ഒരാൾക്ക് മരിക്കാമോ എന്ന ചോദ്യം യുക്തിപരമാണ്. എങ്കിലും ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം ഇവിടെ വരുന്നത് മോശയാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ഒരു എന്താണ് പറയുന്നത്, ഊഹം അല്ലെങ്കിൽ നമ്മുടെ അനുമാനം മാത്രമാണ്. നമ്മുടെ അനുമാനത്തെ ആസ്പദമാക്കി നമുക്കങ്ങനെ ഒരു പ്രശ്നത്തെ കാണേണ്ടതില്ല എന്നതുകൊണ്ട് നമുക്ക് ആ ഭാഗം വിടാം. ഏതായാലും മോശ, ഏലിയാവ് ഇവർ 2 പേരും വരുന്നു എന്ന ഒരു വാദം ഇവിടെ നിലനിൽക്കുന്നു. അഭിപ്രായം വെറും അഭിപ്രായം മാത്രമാണ്, വെറും ഊഹം മാത്രമാണ്. ഇവിടെ മോശയും ഏലിയാവും കർത്താവിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് അവർ തന്നെ ഇവിടെ വരണമെന്ന് ഒരു നിബന്ധനയുമില്ല. അങ്ങനെ ഒരു ഉപദേശവും നമുക്ക് തിരുവെഴുത്തിൽ കാണുന്നില്ല. മറ്റൊന്ന്, അവർ 2 പേരും ഭൗമിക ശുശ്രൂഷാകാലത്ത് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു എന്നതുകൊണ്ട് അവരെ കൊണ്ട് മാത്രമേ ദൈവത്തിന് ആ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റൂ എന്നും ഇല്ല. ആരെ കൊണ്ട് വേണമെങ്കിലും കർത്താവിനത് ചെയ്യിക്കാം. അതുകൊണ്ട് ഇതാരാണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ തലപുകയേണ്ട ആവശ്യമില്ല. പിന്നെ അതൊരു അഭിപ്രായമായത് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ആദ്യഫലം ക്രിസ്തു എന്ന് പറയുന്നത് കൊണ്ട് മോശ ഉയർത്തെഴുന്നേറ്റെന്ന് നമുക്ക് എങ്ങനെ പറയുന്ന, അതെങ്ങനെ യോജിക്കുന്നു? യേശു ക്രിസ്തുവിന് മുമ്പ് മറ്റാരും ഉയർത്തിട്ടില്ലേ? ആ ഉയർപ്പ് പോലല്ലല്ലോ മോശയുടെ ഉയർപ്പ്. ആന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്താണ് പഴയ നിയമ വിശുദ്ധന്മാരിൽ ചിലർ ഉയർത്തത്.
മറ്റേ ദ്രവത്വത്തിലേക്കുള്ള ഉയർപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്. ദ്രവത്വത്തിലേക്ക് ഉയർത്ത 8 പേരെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലുണ്ടായിരുന്നു, യേശുക്രിസ്തുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് 6 പേര് ഉയർത്തെഴുന്നേറ്റതായിട്ടുള്ള ചരിത്രം ബൈബിളിലുണ്ട്. ആ ഉയർപ്പുകളെല്ലാം യേശുവിന്റെ ഉയർപ്പിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ അത് ദ്രവത്വത്തിലേക്കുള്ള അല്ലെങ്കിൽ വീണ്ടും മർത്യമായ ശരീരത്തിലേക്കുള്ള ഉയർപ്പായിരുന്നു. എന്നാൽ 2 പേരെ യേശുവിന്റെ ഉയർപ്പിന് ശേഷം അങ്ങനെ ഉയർത്തു, അപ്പോസ്തോലിക കാലത്ത്, തബീഥയും യൂത്തിക്കോസും. അവിടെ ആ ഉയർപ്പല്ല നമ്മളിവിടെ ഉദ്ദേശിച്ചത്. യേശുവിന്റെ മരണസമയത്ത് പഴയ നിയമ വിശുദ്ധന്മാരിൽ ചിലർ ഉയർത്തു എന്നാണ് മത്തായി 27:45 മുതൽ പ്രത്യേകിച്ച് 50, 52, 53 വാക്യങ്ങൾ വായിക്കുന്നത്. എന്നാൽ അവർ കല്ലറ വിട്ടത് യേശുവിന്റെ ഉയർപ്പിന് ശേഷമാണ്. അപ്പോൾ യേശുക്രിസ്തു ആദ്യഫലം എന്ന് ഒന്നിലധികം സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലും നമ്മൾ കണ്ടു, മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റ യേശുവൻ. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിന് അടിസ്ഥാനമായിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഇനി മറ്റൊന്ന്, ബൈബിൾ മോശ ഉയർത്തു എന്ന് നമ്മോട് പറയുന്നില്ല. ഇതും ഈ പറഞ്ഞതുപോലെ അഭിപ്രായങ്ങളാണ്. ഇത് അംഗീകരിക്കാത്ത ധാരാളം വേദപഠിതാക്കളുണ്ട്. ഇതേ ആശയം വെച്ചുകൊണ്ട് തന്നെ യേശു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതനാണെങ്കിൽ മോശ എങ്ങനെ ഉയർത്തു? അത് നമുക്ക് സ്വീകാര്യമല്ല. ബൈബിൾ അത് പറയുന്നില്ല. ബൈബിൾ അങ്ങനെ ഉപദേശിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഉപദേശമല്ല, ഇത് വെറും ഒരു അഭിപ്രായമുണ്ട് എന്ന കാര്യം മാത്രമാണ്. അപ്പോൾ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് തന്നെ ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാരെ കാണാം. അടിസ്ഥാനം, മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിന് അടിസ്ഥാനം, അതിന് നിദാനം, അതിന് കാരണം, അതിന് തെളിവ് ഒക്കെ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് എന്നത്രേ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അഭിപ്രായം വെച്ചുകൊണ്ട് ചിലർ പറയുന്നുണ്ട്, യേശു ആദ്യജാതനാണെങ്കിൽ മോശ ഉയർപ്പിച്ചെങ്കിൽ കൂടെ മോശ പിന്നെ വന്ന് മരിക്കണമെന്ന്. എന്നാൽ വീണ്ടും മനസ്സിലാക്കുക, ഇതെല്ലാം അഭിപ്രായങ്ങൾ മാത്രം. അവയ്ക്കൊന്നിനും ഉപദേശത്തിൽ പ്രസക്തിയില്ല. പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മോശ ഉയർത്തു എന്ന് വിശ്വസിക്കുന്നത് മോശയും ഏലിയാവും ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു എന്നതുകൊണ്ട്. അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് വെറും ഒരു ആരെങ്കിലും പറഞ്ഞൊരു അഭിപ്രായമല്ല. മോശയും ഏലിയാവും കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ അടുക്കൽ വന്ന് അവന് വരുവാനുള്ള കഷ്ടങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും പിന്നെ വരാനുള്ള മഹത്വത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു എന്ന് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവശ്വാസീയമായ തിരുവെഴുത്തിൽ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം.
അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഏതായാലും മോശ മരിച്ചുവെങ്കിൽ മരിച്ച ഒരുവനെ, ഉയർത്തിട്ടില്ലാത്ത ഒരുവനെ അങ്ങനെ ഒരു ദൗത്യവുമായിട്ട് അയക്കുകയില്ല. എന്നാൽ ഈ പ്രത്യേക സമയത്ത് ഈ വെളിപ്പാട് 11-ാം അധ്യായത്തിലെ 2 സാക്ഷികളുടെ കാലത്ത് അങ്ങനെ തന്നെ മരിച്ച ഉയർത്തെഴുന്നേറ്റ ആരെങ്കിലും വരണം എന്ന് നിർബന്ധമില്ല. 2 സാക്ഷികളെ അവൻ എഴുന്നേൽപ്പിക്കും, അല്ലെ? 3-ാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിച്ചു, 11-ന്റെ. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഈ 2 സാക്ഷികൾ അവർക്ക് കർത്താവ് വരം നൽകും. അവർ മരിച്ചവർ, ഉയർത്തെഴുന്നേറ്റവർ പിന്നീട് വരുമെന്ന ഒരു സൂചനയും അവിടെ ഇല്ല. ആകെക്കൂടെ മോശയും ഏലിയാവും ചെയ്ത ശുശ്രൂഷകൾ ഇവർ ചെയ്യുന്നു. അതുമാത്രമാണ് അവരിൽ ആരൊക്കെയാണ് വരുന്നതെന്ന അഭിപ്രായത്തിന് ഇവിടെ ഊന്നലുള്ളത്. അതല്ലാതെ ഇല്ല. 2 സാക്ഷികൾക്ക് കർത്താവ് വരം നൽകും. ഇപ്പം ദൈവസഭ ഇവിടെ നിന്നും എടുക്കപ്പെട്ടു, വിശുദ്ധന്മാരെല്ലാം ഇവിടെ നിന്നും പോയി. പിന്നെ ഈ 2 സാക്ഷികൾ വരണമെങ്കിൽ കർത്താവ് പിന്നീട് അയക്കുന്ന 2 പേരായിരിക്കണം എന്നൊരു ആശയമാണ് ഇതിന് പിന്നിലുള്ളത്. അത് ആരുമാകാം. മോശയുടെയും ഏലിയാവിന്റെയും കാര്യത്തിൽ നമ്മൾ കടുംപിടുത്തം പിടിച്ച് പോകേണ്ടതുമില്ല. എന്നാൽ ആ ചോദ്യം തീർച്ചയായിട്ടും പ്രസക്തമാണ്. മോശ ഇതിനു മുമ്പ് ഉയർത്തു എങ്കിൽ യേശു എങ്ങനെ മരിച്ചവരിൽ ആദ്യ ഫലം ആകും, അല്ലെങ്കിൽ ആദ്യജാതൻ ആകും? അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആണ് വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിന് ആധാരം. ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കു പോലും കാരണം ക്രിസ്തുവിന്റെ പിൽക്കാലത്ത് വന്ന ക്രൂശീകരണമാണെങ്കിൽ, അതുപോലെ ഇതിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു, നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ടല്ലോ, പഴയ നിയമ വിശുദ്ധന്മാരുടെയും രക്ഷയ്ക്ക് അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. ക്രൂശിലൂടെ അല്ലാതെ, യേശുവിലൂടെ അല്ലാതെ ആർക്കും ഏത് കാലത്തും ജീവിച്ചിരുന്നവർക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കുമായിരുന്നില്ല എന്ന ഒരാശയമാണ് പ്രധാനമായും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും പ്രതിനിധികളായിട്ടാണ് മോശയും ഏലിയാവും മറുരൂപ മലയിൽ കണ്ടതെന്ന് ഞാനൊരു പ്രസംഗം കേട്ടു. അത് ആശയം തെറ്റില്ലാത്തതാണ്. അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇനിയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരുടെ പ്രതിനിധിയായി മോശയും ജീവനോടെ രൂപാന്തരപ്പെടുന്നവരുടെ പ്രതിനിധിയായി ഏലിയാവും എന്നൊരാശയം അവിടെയും ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരും കുറവല്ല. അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുമില്ല. ശരിയാകണമെന്നില്ലെങ്കിലും അത് തെറ്റുമല്ല. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് സകലവും കഴിയും. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ, ദൈവത്തിൻ്റെ സർവശക്തിയിൽ കർത്താവ് ഈ കാര്യങ്ങളെ ചെയ്യുന്നു. നമ്മൾ 10-ാമത്തെ അധ്യായത്തിൽ കണ്ടതുപോലെ 7 ഇടി നാദം മുഴക്കി. എന്നിട്ട് ആ 7 ഇടി നാദം മുഴക്കിയതിൻ്റെ മർമ്മം എഴുതാൻ തുടങ്ങിയപ്പോൾ വേണ്ട, എഴുതാതെ വിട്ടേക്ക് എന്ന് ദൈവം അല്ലെങ്കിൽ ദൂതൻ യോഹന്നാനോട് പറയുന്നു. അങ്ങനെ പലതും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മിൽ നിന്ന്
മറച്ചു വച്ചിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി അത് ആവശ്യമില്ല, ആവശ്യമായതല്ല എന്നതും കാരണമാണ്. ഈ രണ്ട് കാരണങ്ങളാലാണ് ഇങ്ങനെയുള്ള പലതും നമുക്ക് കർത്താവ് മറച്ചു വെച്ചിരിക്കുന്നത്. അവയെല്ലാം ഒരുപക്ഷെ വെളിപ്പെടുത്തി തന്നാൽ നമ്മുടെ വിശ്വാസത്തിന് വലിയ ആവശ്യം പിന്നെ വരികയുമില്ല. നമ്മുടെ ആശ്രയത്തിനും വലിയ പ്രസക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. മറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ. എന്നാൽ വെളിപ്പെട്ടിരിക്കുന്നവയോ നമുക്കും നമ്മുടെ തലമുറകൾക്കും എന്നേക്കും ഉള്ളതാണ്. അതിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതും. അതുകൊണ്ട് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അറിഞ്ഞ് അനുസരിച്ച് അതിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യ അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയും അതിൽ മുന്നറിയിപ്പ് തന്നിരിക്കുന്ന വീഴ്ചകളെയും ശാപങ്ങളെയും നിത്യശിക്ഷാവിധിയെയും ഒഴിഞ്ഞു പോവുകയും ചെയ്യുവാൻ നമുക്ക് ഈ വചനങ്ങൾ അനുഗ്രഹകരമാകട്ടെ. നമ്മെ തന്നെ അതിനായി സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ടതുപോലെ അറിയുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കണമേ. സ്തോത്രം. അങ്ങ് അറിയിച്ചു തന്ന കാര്യങ്ങൾ അനുസരിപ്പാൻ, അതിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് മുന്നറിയിപ്പ് തന്നിരിക്കുന്നവയെ സൂക്ഷ്മത്തോടെ കണ്ട് അതിൻ്റെ ഭീകരതകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് ഒഴിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമ്മെ സമർപ്പിക്കാം. മുമ്പേ നാം പറഞ്ഞ 8 വിശേഷതകളുള്ള ദൈവത്തിൻ്റെ വചനത്തെ കൂടുതൽ പഠിച്ച് അറിഞ്ഞ് അനുസരിപ്പാൻ, അതിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവിനോടൊപ്പമുള്ള നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനങ്ങളും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.